ഒരു ചെറിയ സീരിയസ് കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമുക്ക് നോർമലി ഈ വർഷം വാങ്ങിക്കുന്ന സാധനങ്ങൾ അടുത്ത വർഷം ഒരിക്കലും അതേ റേറ്റ് കിട്ടില്ല. ഈ വർഷം 100 രൂപയാണെങ്കിൽ അടുത്ത വർഷം ഒരു 108 രൂപ റേഞ്ചിലേക്ക് വരും. ഒരു 7 to 8% ആണ് നോർമലി ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ റേറ്റ്. പക്ഷേ മെഡിക്കൽ ഫീൽഡിൽ അങ്ങനെയല്ല, 8% അല്ല, 17% മുകളിലേക്കാണ്. അതായത് ഈ വർഷം 1 ലക്ഷം രൂപയ്ക്ക് കിട്ടിയ ചികിത്സ അടുത്ത വർഷം 1,17,000 രൂപയ്ക്കായിരിക്കും കിട്ടുന്നത്. ഓക്കെ, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ 4 വർഷം മുമ്പ് നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് കിട്ടിയ ചികിത്സ ഇപ്പോൾ കിട്ടുന്നത് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അപ്പോൾ അത്രയും ഭീകരമായ ഇൻഫ്ലേഷൻ റേറ്റ് ആണ് മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പലരും ഇപ്പോഴും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാതെ നിൽപ്പുണ്ട്. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമായി എടുത്തു വെച്ചിരിക്കണം. കാരണം ഇത്രയും ഭീകരമായ ഒരു വിലവർദ്ധന ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ച പൈസ മൊത്തം കൊണ്ടുപോയി എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ, നമ്മൾ 10, 40, 50 വർഷമൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്ത് അവരുടെ കീശ വീർപ്പിക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് നോക്കി കണ്ടൊക്കെ അത്യാവശ്യം ഒരു 50 ലക്ഷം രൂപയ്ക്ക് കവറേജ് വരുന്ന, പറ്റില്ലെങ്കിൽ 20 ലക്ഷം രൂപയെങ്കിലും മിനിമം കവറേജ് വരുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഹോസ്പിറ്റൽ ബിൽസ് ബാധിക്കില്ല. കൃത്യമായിട്ട് നമുക്ക് വളരെ നല്ലൊരു ചികിത്സ കിട്ടാൻ അതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒരിക്കലും ഒരു നഷ്ടമായിട്ട് കരുതണ്ട. കാരണം ഇന്ന് ഈ വർഷം ഞാൻ ക്ലെയിം എടുത്തില്ലെങ്കിൽ അടുത്ത വർഷം എനിക്ക് പൈസ പോയല്ലോ, അല്ലെങ്കിൽ ഈ വർഷത്തെ പൈസ പോയല്ലോ എന്ന് വിചാരിച്ചിരിക്കേണ്ട കാര്യമില്ല. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കുന്നതിനുപരി നമ്മൾ നമ്മുടെ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ളൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് ഹെൽത്ത് ഇൻഷുറൻസ്.